ലോകാരംഭം മുതൽ ഇതുവരെയും നടന്നു കേൾക്കാത്ത ചില സംഭവങ്ങളാണ് ഇന്നത്തെ പ്രവാചക വാർത്തയിലെ പ്രധാന വിഷയം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ രണ്ടാം വരവ് നടന്നിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് കഴിഞ്ഞ രാത്രിയിൽ അരങ്ങേറിയ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾ എന്നനുമാനിച്ച് പാട്ടും പ്രാർത്ഥനയുമായി നടന്ന ചില സഹോദരീ സഹോദരന്മാരുടെ അപ്രത്യക്ഷപ്പെടലാണ് ഈ നിഗമനത്തിന് പ്രധാന കാരണം. ഓടിക്കൊണ്ടിരുന്ന പല വാഹനങ്ങളിൽ നിന്നും സഹയാത്രികരും പലയിടത്ത് ഡ്രൈവർമാരും തൽക്ഷണം അപ്രത്യക്ഷമായി. അനേകം വാഹനങ്ങളിൽ നിന്നും ഡ്രൈവർമാർ അപ്രത്യക്ഷമായതിനാൽ പലയിടത്തും വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അനേകം പേർക്ക് പരിക്കുപറ്റി. പല വാഹനങ്ങളും നടു റോഡിൽ ഉപേക്ഷിക്കപ്പെട്ടതിനാൽ മിക്ക നഗരങ്ങളിലെയും ഗതാഗതം തടസ്സപ്പെട്ടു. അനേകം വിമാനങ്ങൾ അപ്രത്യക്ഷമായി. ലോകരാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങൾ എല്ലാം തന്നെ അഴിക്കുവാൻ പറ്റാത്ത വലിയ ഗതാഗത കുരുക്കുകളിൽ പെട്ടിരിക്കുകയാണ്. ഭൂമിക്ക് എന്തു പറ്റിയിരിക്കുന്നു എന്ന് ഭയന്ന് എല്ലാവരും വലിയ ഭയത്തിലും ഭീതിയിലും ആയിരിക്കുന്നു. വാർത്തകൾ വിശദമായി. യേശു തന്റെ മണവാട്ടിയായ സഭയെ ചേർത്തുവെന്ന് ഏറെക്കുറെ ഉറപ്പായി. ക്രൈസ്തവ സഭാ കേന്ദ്രങ്ങളിൽ നിന്നും വ്യക്തമായി വിശദീകരണം ലഭിച്ചില്ല എങ്കിലും കഴിഞ്ഞ രാത്രിയിലെ സംഭവ വികാസങ്ങൾ സഭയുടെ ഉത്പ്രാവണത്തിന് ശരിവെക്കുന്നതാണ്. വിശ്വാസികൾ എന്ന് അവകാശവാദം ഉന്നയിച്ചു നടന്ന പല സാധുക്കളും അവരുടെ ഭവനങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ അപ്രത്യക്ഷമായത് യേശുവിന്റെ വരവ് നടന്നു കഴിഞ്ഞു എന്ന വസ്തുതയെ ഉറപ്പിക്കുന്നു. ന്യൂയോർക്ക്, ഷിക്കാഗോ, ലോസ് ആഞ്ചലസ്, ടൊറോണ്ടോ, ലണ്ടൻ, പാരീസ്, സിഡ്നി, ടോക്കിയോ, സിയോൾ, ബോംബെ തുടങ്ങിയ എല്ലാ നഗരങ്ങളും ഒറ്റ രാത്രി കൊണ്ട് നിശ്ചലമായി. ലോക നഗരങ്ങളെ എല്ലാം നിശ്ചലമാക്കിയ ഈ സംഭവം ലോക ചരിത്രത്തിൽ ആദ്യമായാണ് നടക്കുന്നത്. എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എയർ ഫ്രാൻസ്, ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ, എയർ കാനഡ, അമേരിക്കൻ എയർലൈൻസ് തുടങ്ങിയ ലോകമെമ്പാടുമുള്ള എല്ലാ വിമാന കമ്പനികളുടെയും പല വിമാനങ്ങളും യാത്രാമധ്യേ അപ്രത്യക്ഷമായി. വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ പൈലറ്റുമാരായ വിമാനങ്ങളാണ് അപ്രത്യക്ഷമായത്. എല്ലാം ലോകരാജ്യങ്ങളുടെ എല്ലാ പാർലമെന്റ് മന്ദിരങ്ങളുടെയും എംബസികളുടെയും എയർപോർട്ടുകളുടെയും മുമ്പിൽ ജനകോടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആർക്കും നികത്തുവാൻ സാധിക്കാത്ത വലിയ വിടവ് ലോകത്തിന് സംഭവിച്ചിരിക്കുന്നുവെന്ന് യുണൈറ്റഡ് നേഷൻസിൽ നിന്നും പ്രതിനിധി അറിയിച്ചിട്ടുണ്ട്. അനേകം ജനപ്രതിനിധികളും പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ തുടങ്ങിയവരും യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് അനേകർ മരണപ്പെട്ടു. ലോകരാജ്യ പ്രതിനിധികൾ എല്ലാവരും റഷ്യയിൽ അടിയന്തര യോഗത്തിനായി ഒത്തുചേരുവാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഒരു ലോക നേതാവിനെ ഇന്നു തന്നെ ഈ യോഗത്തിൽ നിയമിക്കും എന്ന് ധാരണയായിട്ടുണ്ട്. ഒരു ഇടവേള. ഇനി കേരളത്തിൽ നിന്നുള്ള ചില വാർത്തകൾ. കേരളത്തിലെ പല പ്രമുഖ സഭകളുടെയും സഭാമന്ദിരങ്ങൾ ഇന്ന് രാവിലെയും തുറന്ന് പ്രവർത്തിച്ചു. ഓഫീസുകളിൽ 95% ഹാജർ രേഖപ്പെടുത്തി. സഭ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് പല സഭാ ഓഫീസുകളിൽ നിന്നും വിവരം ലഭിച്ചു. സഭയെയും ക്രൈസ്തവ മാർഗത്തെയും തകർക്കുവാനുള്ള വെറും കുപ്രചരണങ്ങൾ ആണ് ഇതെല്ലാമെന്ന് ഒരു സഭാ നേതാവ് അറിയിച്ചു. അപ്രത്യക്ഷമായ വിശ്വാസികളെ കുറിച്ച് ചോദിച്ചപ്പോൾ പല നേതാക്കന്മാരും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഒരു പ്രമുഖ പ്രസംഗകന്റെ കാറിന്റെ ഡ്രൈവർ വഴിമധ്യേ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെട്ടു. പ്രസംഗകനും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പല സഭകളും അവരുടെ വാർഷിക കൺവെൻഷൻ നടക്കുന്ന സമയമായതിനാൽ കൺവെൻഷൻ കമ്മിറ്റികൾക്കും കൺവെൻഷൻ പ്രസംഗകർക്കും മാറ്റമില്ല എന്ന് പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. എടുക്കപ്പെട്ട വിശ്വാസികളുടെ വാഹനങ്ങളും സ്ഥലങ്ങളും എല്ലാം അതത് ലോക്കൽ സഭകൾ വീതം വെച്ചെടുക്കുവാൻ ധാരണയായി. അനേകം സാധുക്കളായ ദൈവദാസന്മാരും സ്വാധീനവും പണവും ഇല്ലാതിരുന്ന വിശ്വാസികളും അപ്രത്യക്ഷമായത് ശ്രദ്ധേയമായി.
വരുന്ന മാർച്ചിൽ നടക്കുവാനിരുന്ന ഇലക്ഷൻ തീയതിക്ക് ഒരു മാറ്റവുമില്ല എന്ന് ഒരു പ്രമുഖ സഭാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. വാഗ്ദത്ത നാട് സന്ദർശിക്കുവാൻ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ സാധിക്കാത്തവരാണ് ഇവരിൽ അധികവും. ദിവസവും 2 ട്രിപ്പുകൾ വീതം ക്രമീകരിച്ചിരിക്കുന്നുവെന്ന് ടൂർ ഓപ്പറേറ്റർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ അനേകം സെമിനാരികളും വേദപഠനശാലകളും ഇന്നും തുറന്ന് പ്രവർത്തിച്ചു. ദൈവശാസ്ത്രം പഠിക്കുന്നതിന്റെയും പഠിപ്പിക്കുന്നതിന്റെയും തിരക്കിലായതിനാൽ പലർക്കും പ്രതികരിക്കുവാൻ സാധ്യമായില്ല. അനേകം നഴ്സുമാരും ഡോക്ടർമാരും അപ്രത്യക്ഷമായത് പല ആശുപത്രികളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു. അനേകം സഭാ സന്നദ്ധ സംഘടനകൾ ദുരിത നിർവ്വഹണത്തിനായി പ്രവർത്തനത്തിനായി രംഗത്തിറങ്ങി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി ഇന്ന് ക്രമീകരിച്ചിരിക്കുന്ന റാലിയിൽ മാറ്റമില്ല എന്ന് പ്രധാന സഭാ നേതാവ് അറിയിച്ചിട്ടുണ്ട്. മുൻപ് ക്രമീകരിച്ചതുപോലെ സഭാ ആസ്ഥാനത്തിൽ നിന്നും 7 വാഹനങ്ങളിലായി റാലി പുറപ്പെടുന്നതായിരിക്കും. കേരളത്തിലെ കുഴിക്കാനം പഞ്ചായത്തിനാണ് ഏറ്റവും കുറച്ച് ആൾക്കാർ അപ്രത്യക്ഷമായത്. കുഴിപ്പാറ കോളനിയിലെ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന ജോയി സഹോദരനും കുടുംബവും മാത്രമാണ് ഇവിടെ നിന്നും അപ്രത്യക്ഷമായത്. പ്രവാചക വാർത്തയുടെ അവസാന ഭാഗത്തിനു മുമ്പ് ഒരു ഇടവേള കൂടി. ഇനി എന്ത്? ഉത്തരം പറയേണ്ട പലരും ഒഴിഞ്ഞു മാറുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം മാത്രം അവശേഷിക്കുന്നു. സമാധാന നേതാവിനെ കണ്ടെത്തുന്നതിനായി റഷ്യയിൽ ഇന്ന് ചേരുന്ന യോഗമായിരിക്കും ഈ കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അന്തിക്രിസ്തുവായിരിക്കും ഇന്ന് തെരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്ന നേതാവെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അന്തിക്രിസ്തുവിന്റെ മുദ്രയായിരിക്കും ഇനി മുമ്പോട്ടുള്ള 3.5 വർഷത്തിന്റെ പ്രത്യേകത. ഈ മുദ്ര അടിച്ചു കിട്ടപ്പെടുവാൻ ഇപ്പോഴേ പല വിശ്വാസികളും വില്ലേജ് ഓഫീസുകളുടെ മുമ്പിൽ വരിവരിയായി നില ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ മുദ്രയില്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാത്ത മഹാപീഡനത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഇന്നത്തെ പ്രവാചക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രവാചകന്റെ നമസ്കാരം.